This entire room here has women all who've been rehabilitated after their homes were destroyed. ഇതാ നിങ്ങൾക്ക് എന്തായി? നിങ്ങളുടെ വീടൊക്കെയാണ് ഇപ്പോ? വീടില്ലാന്നാ പറയുന്നത്. അവിടെ എല്ലാവരൊക്കെ പോയല്ലോ. ഞങ്ങളെ കുടുംബക്കാരൊക്കെ ഇല്ല. എന്റെ ഏട്ടനും വല്യമാന്റെ ആങ്ങളൊക്കെ മരിച്ച്. ഇതുവരെ കിട്ടാണ്ടായിക്കണോരൊക്കെ ഇനിയും കിട്ടാണ്ട് എല്ലാരും. പൈത ആൾക്കാരെ കിട്ടി, പൈത ആൾക്കാരെ കിട്ടാൻ ഇനിയുണ്ട്. ഇനി എത്ര പേരുണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോ അറിയില്ല? ഒരു 5-6 ആൾക്കാർ ഇനിയും രക്ഷിക്കണം. ഞങ്ങൾ അന്ന് രാത്രി തോന്നിയോ, ഞങ്ങള് ബേക്കിൽ കൂടെ ഒക്കെ വെള്ളം വന്നീനു. തോട് ഞങ്ങളെ തൊട്ട വീടിന്റെ അടുത്താണ് തോട്. അപ്പൊ കവിഞ്ഞ് വെള്ളം എപ്പോഴും മഴ ഒന്ന് കൂടുമ്പോ അപ്പം വെള്ളം വരും. പിന്നെ നല്ല ശക്തിയായിട്ട് കുറച്ചും കൂടി വെള്ളം വന്ന് ബേക്കിലും മുന്നൊക്കെ നല്ല കലങ്ങിയ വെള്ളം തോട്ടുകൂടി പുഴക്കൂടെ വന്ന് ഞങ്ങൾക്കൊരു പേടി തോന്നി. വെച്ച് പറഞ്ഞ് മാറാന്ന്. അങ്ങനെ ഞങ്ങൾ പോയതാണ്. ഞങ്ങൾ ഓരോ വിളിച്ചു. അപ്പൊ ഒരു പറഞ്ഞ് ഇവിടെ നിക്കാം, ഞങ്ങൾ ഓർക്കണില്ലല്ലോ അങ്ങനെ പൊട്ടി വരുന്ന്. വിചാരിക്കാത്ത സംഭവമായി പോയി. അമ്മ നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ ഓക്കെ ആണല്ലേ? ഓക്കെ. എപ്പോ റെസ്ക്യൂ ആയി? മോള് പറഞ്ഞ നെല്ലൂർ മോളാണ്. നിങ്ങളുടെ മോളാണ്? നിങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോ ഇനി അവളുടെ വല്യച്ഛൻ വല്യമ്മാണോ? അല്ല, അവളെ അമ്മാവനും അമ്മാവന്റെ പെണ്ണുങ്ങള്, ഓരോ കുട്ടികള്, ഒരു ഭാര്യ ഒക്കെ പോയി. അതില് 6 ആളിനി കിട്ടാണ്ട്. കുട്ടികളും ഉണ്ട്? കുട്ടികളെ കിട്ടി. പിന്നെ ഒരു മോനുണ്ട് കിട്ടാന്. അവരൊന്നും അറിയില്ല. നിങ്ങളെ ഒഫീഷ്യൽസ് എന്ന് പറഞ്ഞോ? നിങ്ങള് പേര് കൊടുത്തോ? പേര് ഞങ്ങൾ കൊടുത്തിക്കണേ. ഇൻഫർമേഷൻ ഏതോ കിട്ടിയോ നിങ്ങൾക്ക്? ഒന്നും കിട്ടിയിട്ടില്ല. അവിടെയും ഇവിടെ ഉണ്ട്. ഒന്ന് DNA ടെസ്റ്റ് കൊടുത്തിക്കുന്ന പറഞ്ഞു. ഒരാളെ കിട്ടി ഇങ്ങനെ പറയുന്നുണ്ട്. തിരിച്ചറിയാൻ പറ്റൂലല്ലോ, അങ്ങനെ അയക്കണെന്നാ പറയുന്ന അവസ്ഥ. പക്ഷെ ഒന്നും അറിയില്ല. നിങ്ങളുടെ വീട് എവിടെയാണ്? മുണ്ടക്കയിലാണ്? ഏറ്റവും ടോപ്പിലാണ്. പുഞ്ചിരിമട്ടം അവിടെയാണ്. വീട്ടില്ല ഇപ്പൊ? വീട് ഫുള്ള് പോയി. അവിടെയൊക്കെ തോടും പുഴയൊക്കെ ആണല്ലോ. അവിടെ കിടിഞ്ഞു വന്നിക്കണെന്നാ പറഞ്ഞേ. ഇവിടെ നിങ്ങൾക്ക് ഏതാ ഹെൽപ്പ് വേണമെങ്കിൽ അത് കിട്ടിയില്ലേ? ഹെൽപ്പും ഇവിടെ കുഴപ്പമൊന്നുമില്ല. എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഓരോരുക്കി തന്നിക്കണേ. ഞങ്ങൾക്ക് ഫുഡും കുഴപ്പമൊന്നുമില്ല. ഭക്ഷണമൊക്കെ തന്നെയാണ്. തിന്നാൻ വേണ്ടാന്നുള്ളൂ ഞങ്ങൾക്ക്. പ്രാർത്ഥിക്കാണ് നിങ്ങളുടെ ഫാമിലി ഏതോ ഇൻഫർമേഷൻ കിട്ടിയെന്ന്. താങ്ക് യു നിങ്ങളുടെ. അമ്മ നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങൾ എവിടെയാണ്? നിങ്ങളുടെ വീട് എവിടെയാണ്? പുഞ്ചിരിമട്ടത്ത് ഞങ്ങൾ കുടുംബം ഉള്ളു. ബാക്കിയൊക്കെ പോയി. എന്റെ കുടുംബം, എന്റെ ആങ്ങളെയും എന്റെ ആങ്ങളുടെ മക്കളും മരുമക്കളും ഒക്കെ എല്ലാരും പോയി. ആരുമില്ല. ഒക്കെ ആ വള്ളത്തിൽ കൂടെ തന്നെ പോയത്. ഞങ്ങള് താഴന്ന് മേലേക്ക് വന്ന് ഞങ്ങൾ വണ്ടി കയറി ഞങ്ങൾ പോന്ന്. ഓല് കോട്ടേഴ്സിൽ നിന്നും ചെയ്ത് ആ കോട്ടേഴ്സിൽ നിന്നാണ് ഓല് പോയത്. ഞങ്ങൾ ഇവിടെ ചൂരൽമല എത്തിയതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ട്. അല്ലെങ്കിൽ ഞങ്ങൾ ആ കൂട്ടത്തിൽ പോയിട്ടുണ്ടാവും. ഞങ്ങൾ ചൂരമല ഒരു വണ്ടിക്കാർ വന്ന് വണ്ടി എടുത്തിട്ട് ഞങ്ങള് ചൂരമല കണ്ടോ? വള്ളം ചുറ്റുഭാഗം വള്ളം വന്നിട്ട് മല വന്നിട്ട് ഇങ്ങോട്ട് വരികയാണ്. ചുറ്റുവാ പേടിച്ചാ അപ്രാളത്തിലാ മണ്ടിയത് ഞങ്ങള്. ആ മണ്ടലിൽ ഞങ്ങൾ രക്ഷപ്പെട്ട് ഓലാ പെരയിൽ നിന്ന്, പള്ളിന്റെ അവിടുത്തെ കോട്ടേഴ്സിന്റെ പെരയിൽ നിന്ന്. അവിടെ എല്ലാരും ഒരു 10-12 ആള് ഓരോ കുടുംബം, എന്റെ കുടുംബാണ്. എല്ലാരും അതിന്റെ ഉള്ളിൽ നിന്ന്. അവിടുന്നാണ് ഒരാൾ പോയത്. നിങ്ങൾക്ക് എപ്പോ ഇടിച്ചൽ എപ്പോ കണ്ടു? ഞങ്ങൾ ഒരു മണിയോ? രാത്രി 2 മണിക്ക് കൃത്യം 1 മണിക്ക് ഇടിഞ്ഞു. അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു സൗണ്ട് ഉണ്ടായി. ആ ഒരു സൗണ്ട് ഉണ്ടായി. പിന്നെ 2 മണിക്ക് നല്ല വരവുണ്ട് വന്ന്. മലവരവാണ് വന്ന്. വെള്ളം ഫുൾ നിങ്ങൾ വീട്ടിന്റെ ഉള്ളിലും വരാ ചെരിഞ്ഞ് താന്ന് അതാണ്ടായത്. നിങ്ങൾ ഓക്കെയാണ്? പക്ഷെ ഞങ്ങളൊന്നുമില്ല. ഞങ്ങൾ ഓടിയില്ലേ. എവിടെ പോയി? ഞങ്ങൾ ഓടിയിട്ട് ചൂരൽമല വന്ന് വണ്ടിയിൽ കേറിയിട്ട് മേപ്പാടിക്ക് വന്ന് ഞങ്ങൾ കഴിച്ചിലായി. ഓലായി തന്നെ അമ്പി. പിന്നെ എത്ര സമയമായി റെസ്ക്യൂ ചെയ്യാൻ? ഓല് ഞങ്ങളെ രക്ഷിക്കാനോ? ഞങ്ങൾ പിന്നെ അവിടെ പോയി. പിന്നെ എന്തായി? ഞങ്ങളിപ്പോ ഒരു 12 മണിക്ക് ഞങ്ങളെ ഇവിടെ എത്തിക്കണ്. 1 മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. എല്ലാ സ്ഥലത്തും പോയ പോലെ അയക്കുകയാണ്. കടലില് പോലെ ഒന്നായിട്ട് വെള്ളം വരുന്നത്. മഴ കൊണ്ട് പെരും മഴയും കാറ്റും അതിനനുസരിച്ച് വെള്ളം അങ്ങനെ വരികയാണ്. വെള്ളം മണ്ണ് കൊണ്ട് ഇടിഞ്ഞിട്ട് ഒന്നായിട്ട് തലയിൽ കൂടെ ആയിട്ട് ഞങ്ങള് പിന്നെ അതിന്റെ ചോട്ട് കടന്നിട്ട് രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞു. ആരും രക്ഷിക്കാൻ ആ സമയത്ത് അർത്ഥപാതിരക്ക് പോണത് ആരും രക്ഷിക്കാൻ കിട്ടിയില്ല. അതിൽ ഒരു മോൻ കഴിച്ചിലായി, ഒരു ചെറിയൊരു മോളും കഴിച്ചിലായിക്കണ്. അത് പിന്നെ ഒരു മോൻ കഴിച്ചില്ലാതെ എങ്ങനെ കമ്പി പിടിച്ച് മേലക്ക് കേറിയിട്ട്
വൈലറുണ്ടായിരുന്നു. വൈലർക്ക് ചാടിയിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടിട്ട് മോൾക്ക് ഓടിയതാണ്. ഓന് 10-16 വയസ്സായ മോനാണ്. അതിന്റെ താഴെയൊരു കുട്ടി വാർപ്പിന്റെ മുകളിൽ നിൽക്കുക. അതിന് 3 വയസ്സായിട്ടുള്ളൂ. ആ കുട്ടി എങ്ങനെ രക്ഷപ്പെട്ടു പഠിച്ചോനിക്ക് തന്നെ അറിയുള്ളൂ. ആ ഒരു കുട്ടി കഴിച്ചിലായി, ഈ ഒരു മോനും കഴിച്ചിലായി. കുടുംബമൊന്നുമില്ല, ഒക്കെ പോയി, എല്ലാരും പോയി. പോയി എല്ലാരും പോയി. സമാധാനത്തിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കുക, സമാധാനം ഇല്ലാത്തൊരിരുത്തം ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. കരഞ്ഞ് മദ്യമായി, നെഞ്ഞ് പൊട്ടുകയാണ് ആലോചിച്ചുമ്പോൾ. എന്താ ചെയ്യാ? വീട് പോയാ പോട്ടെ, നമ്മളെ കുടുംബം ഒക്കെ പോയില്ലേ, രക്തബന്ധമൊക്കെയും പോയില്ലേ, ഇനി ആരുണ്ട്? എനിക്കൊരു മോനുണ്ട്, 3 മക്കളും ഉണ്ട്, ഒക്കെ പോയി, എല്ലാരും പോയി. They've all lost their family. You can understand, of course, that they're all terribly sad right now with what's happened as well. വീടൊക്കെ പോയി. ഞങ്ങൾ പിന്നെ രാവിലെ നേരത്തെ ഞങ്ങൾ നിൽക്കുന്നത് പുഴ സൈഡാണ്. അപ്പൊ രാവിലെ കണ്ടപ്പോ നല്ല കലക്ക് വെള്ളം മറക്ക വരുന്നുണ്ട്. ഞാനും ഭർത്താവ് മാത്രമാണ്. അപ്പൊ കണ്ടിട്ട് ഞങ്ങൾ വേഗം ഒരു വണ്ടി വിളിച്ച്, ഒരു മണിക്ക് രാത്രിയല്ല, പിന്നെ പകൽ തന്നെ ഞങ്ങൾ വന്നു. പകൽ തന്നെ ഇളകി വരുന്നുണ്ട്. ആ സമയം രാവിലെ തന്നെ മരങ്ങളും പാറകളും മണ്ണൊക്കെ ഇളകി. പിന്നെ ഞങ്ങൾ തൊട്ടടുത്താണ് പുഴ വരുന്നത്. മരങ്ങളൊക്കെ വിലങ്ങനെ കുത്തിയിരിക്കുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടിട്ട് ഞങ്ങൾക്ക് പേടിയായി. ഇനി ഇവിടെ ഇരുന്ന രക്ഷപ്പെടൂല പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു വണ്ടി പിടിച്ചിട്ട് മേപ്പാടിക്കെത്തി ഞങ്ങൾ അരിഞ്ഞ വീട്ടിൽ പോയിട്ട് രാത്രി കിടന്നപ്പോ 2 മണിയായപ്പോ വിളി തുടങ്ങി ആൾക്കാർ. ഞങ്ങൾക്ക് അറിയപ്പെട്ടവരൊക്കെ വിളിച്ചു, മുണ്ടക്കയില് നിങ്ങളെ ഭാഗം പൊട്ടിപ്പോയി, നിങ്ങളെ വീട് ഒന്നുമില്ല ഇങ്ങനെ പറയുന്നു. ഞങ്ങൾ 40-50 വർഷം ഞങ്ങൾ അവിടെ ജീവിച്ച സ്ഥലങ്ങളാണ്. ഞങ്ങൾക്കൊന്നുമില്ല, ആ വീട് മാത്രമേ ഉള്ളൂ. അതൊക്കെ പോയി. ഇനി എവിടെ പോകാൻ ഞങ്ങൾക്ക് ഒരു പിടുത്തമില്ല. കഷ്ടമാണ്. ബട്ട് യു ആർ സേഫ്. നിങ്ങൾക്ക് ഒന്നും ആയില്ല. ഞങ്ങൾക്ക് അതാണ് ബെസ്റ്റ്. അതാണ് നല്ലത്. ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടി, ജീവനുണ്ടല്ലേ, അതാണ് ബെസ്റ്റ്. നിങ്ങൾ കണ്ടില്ലേ എത്ര ഇതായി? അതെ, ഞങ്ങൾ കണ്ടറിഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. ഞങ്ങൾ എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് 200 വീട്ടിൽ കൊടുക്കാം. ശരിയാണോ? നിങ്ങളുടെ കുടുംബം എല്ലാവരും ഓക്കെ ആണോ? ഫാമിലി ഓക്കെ. It's so they're all, of course, facing this kind of a tragedy, and many of them have lost families. Many of them have lost their homes. For them, that's all of the valuables, everything, all their memories, all washed away because of this landslide, which is why you see so many of them so very emotional as well. We'll get you more such people who've survived, lived to tell the tale, and what they've really faced in this landslide.